മാരുതിയും ജനങ്ങളുടെ സേഫ്റ്റിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അതെ, റെസ്റ്റ് ഹൗസ് ആണോ അതോ റിസോർട്ടാണോ? റിസോർട്ടിന് ഫീലിംഗ് ഉണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും ടോപ്പ് റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കാണിച്ചിരാം. നമ്മുടെ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ വണ്ടി സെയിൽ ചെയ്തത് പ്രസ്സാണ്. അതെ, എന്തുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ ഇറങ്ങണം എന്നുള്ളതാണ്. ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണ 2 വീലർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരൊക്കെ വാഹനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ 2.5 മാസം ഞങ്ങൾ അനുഭവിച്ചു. അതെ അതെ, ഇതെനിക്ക് ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയത് തന്നെ ഭയങ്കര ഒരു സന്തോഷം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് എനിക്കുണ്ടായ ഒരു ട്രാജഡിയാണ്. ഈ 14 ആഴ്ചക്കുള്ളിൽ എന്നെ ഒരു ദിവസം പോലും വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല, ഇന്ന ഡേറ്റ് വണ്ടി തരാം. ലാസ്റ്റ് എനിക്ക് ശരിക്കും വിഷമം ഉണ്ടായി. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. ഒന്നും അവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ നമുക്ക്, അതായത് ഉറപ്പായിട്ടൊരു ഇന്ന ഡേറ്റ് തരാം എന്നുള്ളൊരിത് അവർ പറയണില്ല. ഞാൻ വിളിച്ചത് എന്നെ ഇങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. വണ്ടി ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതിൽ വരുന്ന വ്യത്യാസം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈസ് മുഹമ്മദ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീണ്ടും ഒരു ഡെലിവറി ബ്ലോഗായിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തിരുവല്ലയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ തിരുവല്ല കോട്ടയം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും തിരുവല്ല പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ അന്ന് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അന്ന് തിരുവല്ല ഒരു കാർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ നമ്മളൊരു ഡെലിവറി 700 ഒരു ബ്ലാക്ക് എഡിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 മണിക്ക് പകലാണ് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടാണ് സാധാരണ പോകാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ പകല് ഞായറാഴ്ചയും കൂടെ കേട്ടോ. അപ്പം പകല് നമ്മളൊരു 3 മണിക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഏകദേശം ഒരു 46 കിലോമീറ്ററോളം ഓടി. ഇപ്പം കറക്റ്റ് ചെയ്ത സ്ഥലം ഇതിപ്പം പൊന്നാനി കഴിഞ്ഞ് ഏകദേശം വെളിയങ്കോട് ചാവക്കാട് ഏകദേശം നമ്മൾ ചാവക്കാട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:20 ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, XUV 3XO ആണ് കേട്ടോ. അപ്പോൾ മുമ്പ് നമ്മൾ 700 ആണ് കൊടുത്തത്. അവിടെ സെയിം സ്പോട്ടിൽ തന്നെ നമ്മൾ ഇന്ന് 3XO കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെലിവറിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഡെലിവറി ഇന്നല്ല, നാളെയാണ് നമ്മൾ വണ്ടി കൊടുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് തലേ ദിവസമാണ്. പക്ഷെ തലേ ദിവസം തന്നെ നമ്മൾ പോകുക കേട്ടോ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞായറാഴ്ചയാണെന്ന്. അപ്പോൾ ഇന്ന് അവിടെ ഷോപ്പ് ക്ലോസ്ഡ് ആണ്. അപ്പം നാളെ രാവിലെ നമ്മൾ ചെന്നിട്ട് ഡെലിവറി കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇന്ന് നേരത്തെ ഇറങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ പത്തനംതിട്ട അടുത്താണല്ലോ, കുറച്ചും കൂടെ കൂടുതൽ ലോങ് ഓടണം. അപ്പം ഇന്ന് ഞായറും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോയിട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ തിരുവല്ല തന്നെ പോയിട്ട് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്കിന്ന് തിരുവല്ല എത്തേണ്ടതായിട്ടുണ്ട്. ഏകദേശം എത്ര കിലോമീറ്ററാണ് ഇവിടുന്ന് നമുക്ക് ടോട്ടൽ റൺ ചെയ്യാൻ? 240-250 കിലോമീറ്റർ അത്രയും നമുക്ക് ഓടാനുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട് നമ്മളിന്ന് നേരെ പോയിട്ട് വണ്ടി സേഫ് ആക്കിയിട്ട് നമ്മളിന്ന് അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് രാവിലെ നല്ല വാഷൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതാണ് മൊത്തത്തിലെ ഇന്നത്തെ ഒരു പ്ലാൻ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടുണ്ടാവുക നമ്മൾ ഇന്നിപ്പം നേരെ പോവുകയാണ്, തിരുവല്ല പോകുന്ന കാര്യങ്ങളും പിന്നെ നാളത്തെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൊണ്ട്, ഈ കസ്റ്റമർ നമ്മൾ 700 കൊടുത്ത കസ്റ്റമർ തന്നെയാണ് ഈ കസ്റ്റമർ റെഫർ ചെയ്തത്. ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഏതോ ഷോറൂമിൽ ബുക്ക് ചെയ്തിട്ട് ടൈം എടുക്കുന്നുണ്ട്, വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ വണ്ടി പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഈ കളറ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന XUV 3XO MX3 പെട്രോൾ മാനുവൽ വണ്ടിയാണ്. അതെ, നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴാണെങ്കിൽ നമ്മൾ ഫുൾ വണ്ടികളും ബ്ലാക്ക് ആണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ബ്ലാക്ക് അല്ല, നെബുല ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. നെബുല ബ്ലൂ കേട്ടോ, നെബുല ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് 3XO അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള മോഡലാണ്. അവരെ പുള്ളിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഈ ബ്ലൂ കളർ തന്നെ വേണം എന്നുള്ളത്. അതെ, അപ്പോൾ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് ഒരു 1 വീക്ക് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പം വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. തിരുവത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ 58 കിലോമീറ്ററോളം നമ്മൾ ഓടി. അപ്പോൾ ഈ സമയം ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പം സൺഡേയും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ട്രാഫിക് നല്ല ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ തൃപ്രയാർ പോയിട്ട് അവിടുന്ന് നമ്മൾ തിരിഞ്ഞിട്ട് പിന്നെ മൂവാറ്റുപുഴ റൂട്ടിന് പോയിട്ട് അങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ നമ്മൾ എറണാകുളം ടച്ച് ചെയ്യാത്ത രീതിയിൽ ട്രാഫിക് ഉണ്ടാവും. മാത്രമല്ല ഇവർക്ക് കോട്ടയം പിന്നെ തിരുവല്ല റൂട്ട് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ വഴിയാണ് പോലെ. തൃശ്ശൂർ അങ്കമാലിയും തിരിഞ്ഞു പോയി ചെയ്യും. അതെ, അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ആ
തൃശ്ശൂർ വരെ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ പിന്നെ ഇനി മോശം വഴിയായതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ റൂട്ട് സെലക്ട് ചെയ്തത്. അതെ, കുഴപ്പമൊന്നുമില്ല, വലിയ ട്രാഫിക് ഇല്ല ഇപ്പം. അതെ. അപ്പോൾ ഇപ്പോൾ മാക്സിമം ഈ ഭാഗമൊന്നും വലിയ ഇഷ്യൂ ഇല്ല, നമുക്ക് അങ്ങനെ പോവാണ്. പിന്നെ നമ്മൾ ഓടിക്കുന്നത് അന്ന് നമ്മൾ ഇടുക്കി പോകേണ്ട ആ സെയിം പെട്രോൾ മാനുവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കുറേ വണ്ടിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് നമ്മൾ മൈലേജിൻ്റെ കാര്യം കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ ആ വീഡിയോ എടുത്തപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മൈലേജ് പല ആളുകൾക്കും സംശയം ഇതിൽ ഇത്രയൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടൂല. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാണ്, അത്രയും മൈലേജ് കിട്ടും എന്ന് വെച്ചാൽ ടർബോ എഞ്ചിനാണ്, അത് ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ആ മൈലേജ് കിട്ടും. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മളെ ജസീം ഓടിച്ചിട്ട് കിട്ടുന്ന മൈലേജ് ഞാൻ കാണിച്ചിട്ടുണ്ട്. 280 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. 16.5 ആൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നൊന്നുമല്ല, നമ്മൾ ഓടിക്കുമ്പം അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മൈലേജാണ്. അതൊന്ന് ആക്സലറേഷൻ കൂടുതൽ കൊടുത്ത് ഒന്നും കൂടെ കാലെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ 16.4 അങ്ങനെ 5 അങ്ങനെ കുറഞ്ഞ് ഒരു 15, 14, 12 അങ്ങനെ കുറഞ്ഞു വരും. എന്നാൽ നല്ല രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര നല്ല ഹൈവേയിൽ ഒരുപാട് ടൈമൊന്നും ആ ഒരു 6th ഗിയറിൽ അന്നും നല്ല കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 16.5 നിലവിൽ കാണിക്കുന്ന മൈലേജ്. പിന്നെ ഇതിന് കമ്പനി പറയണത് ഏകദേശം 17, 18, 19 ആ റേഞ്ചിലാണ് മൈലേജ് പറയണത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ജസീംക്ക് അത്രയും മൈലേജ് എന്തായാലും കിട്ടുമോ? കൺഫേം ആണോ? 18 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞ മൈലേജ്. അതെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും അറിയാലോ, കമ്പനി എന്ന് പറയുമ്പോൾ അവർ ARI സർട്ടിഫൈഡ് മൈലേജാണ് പറയുന്നത്. അതെ അതെ. അവർ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫ്ലാറ്റ് റോഡിൽ നല്ല നിരപ്പായിട്ട് റോഡിൽ അതെ പിന്നെ ഫ്യൂൽ അടിച്ചിട്ട് പിന്നെ അവര് 2 ആള് വണ്ടിയിൽ ഇരുന്നിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യണത്. റോഡിലല്ല, വിത്ത് AC-യിൽ 2 പേര് ഇരുന്നിട്ടാണ് ഈ മൈലേജ് മറ്റേ അവർ സർട്ടിഫൈ ചെയ്യണത്. അപ്പൊ ആ മൈലേജ് നമ്മളെ റോഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. 18 പറയണത് ചിലപ്പോൾ 16 15 ഒക്കെ ആവാം. അതിലും കുറഞ്ഞ മൈലേജ് കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ഡ്രൈവിംഗ് ആണ്. നമ്മള് ഓടിക്കുന്ന റോഡ്, പിന്നെ ട്രാഫിക് കണ്ടീഷൻ, ഡ്രൈവിംഗ് സ്റ്റൈല്, അപ്പൊ അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും നമുക്ക് തോന്നുന്നത് ഒരു ആവറേജ് 12 താഴെ മൈലേജ് എന്തായാലും 12 ലെവലിലൊക്കെ എന്തായാലും 12 to 14 ആവറേജ് സേഫ് ആയിട്ട് എന്തായാലും സിറ്റിയിൽ നമുക്ക് 12 ഒക്കെ സേഫ് ആയിട്ട് മൈലേജ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓല് നമ്മൾ കമന്റിൽ മൈലേജ് കാര്യങ്ങളൊക്കെ. അതെ. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം 3XO എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും ഇപ്പം വീഡിയോ കാണുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് വണ്ടിയാണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടി ഏത് മോഡൽ ഏത് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ്. ഇപ്പോൾ ഡീസൽ വണ്ടിയാണെങ്കിൽ ഡീസൽ, അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആവും. കാണുന്ന കമൻസ് വായിക്കുന്നവർക്ക് ഓരോ വണ്ടികൾക്കും എത്രയാണ് കമ്പനി പറയുന്നതും റിയൽ ലൈഫിൽ കിട്ടുന്നതും എത്രയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിപ്പം ഇപ്പോൾ നിലവിൽ കിട്ടുന്നത് 16.5 3XO പെട്രോളും മാനുവൽ കേട്ടോ. അപ്പം ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നല്ല വ്യത്യാസം വരില്ലേ, ഒരു 3-4 കിലോമീറ്ററിനൊക്കെ മാറ്റം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതിപ്പോൾ ഈ 16.5 നമ്മൾ ഈ ഡ്രൈവിൽ ഏകദേശം ഒരു 13.5 ഒക്കെ ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതെ ആ റേഞ്ചിൽ. എനിക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ്, ഈ പെട്രോൾ വണ്ടികൾ ആൾക്കാർ ഈ മൈലേജ് കുറവുള്ള വണ്ടികളായിട്ട് പോലും ആൾക്കാർ എന്തുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ ടർബോ പോലത്തെ എഞ്ചിന് അല്ലെങ്കിൽ പിന്നെ CC കൂടിയ എഞ്ചിനൊക്കെ പെട്രോൾ എടുക്കുന്നത് നല്ലത്. പക്ഷെ ഞാനൊക്കെ പൊതുവെ ഡീസൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡീസൽ വണ്ടിയാണ്, അറിയാമല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നത്, അതിന് മുമ്പ് ഒരു ഇപ്പോൾ ഉള്ള വണ്ടി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് റിറ്റ്സ് ഡീസലായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു അൾട്ടോ, അതേപോലെ പിന്നെ ഒരു മാരുതി 800 ആയിരുന്നു. അപ്പോൾ ഇതിൽ ഈ അൾട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് എൻ്റെ 2009 മോഡല് പിന്നെ പഴയ ആൾട്ടോ ആയിരുന്നു. ഞങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മൈലേജ് കുറവ് തന്നെയായിരുന്നു. അപ്പം പക്ഷെ അതിന് ശേഷം ഇപ്പോൾ റിറ്റ്സ് ആക്കിയ സമയത്തോ അല്ലെങ്കിൽ എക്കോസ്പോർട്ടോ ആക്കിയ സമയത്തൊക്കെ നമുക്ക് അത്ര ഒരു ഫ്യൂൽ കൺസംഷൻ തോന്നിയിട്ടില്ല. അത് അത്ര നമ്മളൊരു ഫ്യൂൽ അടിക്കുമ്പോൾ അത്ര ഒരു കൂടുതൽ ചെലവായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ പെട്രോൾ വണ്ടി, എൻ്റെ ഒരു ധാരണയിൽ പെട്രോൾ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും ഡീസലിൻ്റെ അത്ര അല്ലെങ്കിൽ കൂടുതൽ ഡീസലിന് അത്ര മൈലേജ് തരാൻ ചിലപ്പോൾ എഞ്ചിൻ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അതിന്റെ കമന്റിൽ അതിന്റെ കാര്യങ്ങൾ പറയാം. എന്നാൽ പോലും മൈലേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഓട്ടമുള്ള ആളുകൾ പോലും നമ്മളെ ഈ ഏരിയയിൽ, ഈ ഒരു മലപ്പുറം ഈ ഏരിയയിൽ കൂടുതൽ ഡീസലിന് വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. നമ്മളിവിടെ ഡീസലാണ് കൂടുതൽ വണ്ടിയിൽ ഇറങ്ങുന്നത്. പക്ഷെ നമ്മളിപ്പം സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഇവിടെയൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും ആളുകൾ പെട്രോൾ മതി എന്നാണ് പറയുന്നത്.
ഇപ്പം ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ പോലും കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉള്ള കുറച്ച് ടോർക്ക് കൂടുതലുള്ള വണ്ടികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ആൾക്കാർ പെട്രോൾ എഞ്ചിനാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റീസൺ എന്തായിരിക്കും? അത് നമുക്കുള്ളൊരു ചോദ്യമാണ്. സംശയമാണ്. അന്ന് നമ്മള് ഇവിടെ പോയില്ലേ, നമ്മളെ ആലപ്പുഴ ഡെലിവറി മാവേലിക്കര പോയില്ലേ, ആ ഡെലിവറിക്ക് പോയ സമയത്ത് വണ്ടി വാഷ് ചെയ്യണ സമയത്ത് അവിടെ ഒരു ഷോപ്പില് വണ്ടി വാഷ് ചെയ്യാൻ നിർത്തിയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് എന്തായാലും 15 ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ആവുമല്ലോ. അപ്പൊ അടുത്ത് വേറൊരു സ്വിഫ്റ്റ് ഒരു വണ്ടി വാഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ചപ്പോ ഏത് വണ്ടി യൂസ് ചെയ്യണേ, അപ്പൊ സ്വിഫ്റ്റ് പെട്രോൾ ഇപ്പൊ എടുത്താണ്. അപ്പം അവര് പറഞ്ഞത് യൂസ്ഡ് വണ്ടിയല്ലേ, സെക്കൻഡ് എടുത്ത അവര് സെക്കൻഡ് എടുത്താണ്. മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാ പെട്രോൾ എടുക്കാൻ കാരണം, നിങ്ങൾ ഈ ഭാഗത്ത് കൂടുതൽ പെട്രോൾ ആണല്ലോ പെട്രോൾ പ്രിഫർ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞത്, ഞങ്ങളിവിടെ ഈ കുറച്ച് കാറ്റർക്കും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്രോളാണ് കുറച്ചുകൂടി ഡീസലിനെ കാട്ടിയും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എന്താണ് റീസൺ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായി. പക്ഷെ ശരിക്കും ഡീസലാണല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡീസലാണല്ലോ അപ്പൊ കുറച്ചും കൂടെ വലിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡീസലാണ്. അതിന്റെ റീസൺ എന്താന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് ആ ഏരിയയിൽ കൂടുതൽ പെട്രോൾ വണ്ടികൾ ആളുകൾ ചൂസ് ചെയ്യണമെന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളാണെങ്കിലും പെട്രോൾ ഓടിക്കുന്ന സമയത്തുള്ള വ്യത്യാസവും ഡീസൽ ഓടിക്കുന്ന സമയത്തുള്ള വ്യത്യാസവും തമ്മിൽ നോക്കുമ്പോൾ പെട്രോൾ എഞ്ചിനാണ് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടും ഡ്രൈവ് ചെയ്യാനും കുറച്ചും കൂടെ ഒരു രസമായിട്ടുള്ളത്. പക്ഷേ പേഴ്സണലി ഇപ്പോൾ എനിക്ക് എന്താ താല്പര്യം എന്ന് വെച്ചാൽ, ഡീസലിൻ്റെ ആ ഒരു ടോർക്കും ആ ഒരു ഗ്രണ്ടും ഡീസലിൻ്റെ ആ ഒരു എടുത്ത് കയറി പോകുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡീസലാണ് ഞാൻ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്നത്. അല്ല, എനിക്ക് പേഴ്സണലി ബെനിഫിറ്റ് മൈലേജ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഡീസലാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ XUV 700 സ്കോർപിയോ പോലത്തെ വണ്ടികളില്ലേ, അതൊക്കെ പെട്രോൾ ഓടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ? 700 പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ 700 കുറെ ഈ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. പല വണ്ടികളായിട്ടും കോമ്പറ്റീഷൻ, അതായത് ഡ്രാഗ് റേസ് ചെയ്തിട്ട്, ഇപ്പം ഫോക്സ് വാഗന്റെ വിർട്ടസ്, ഓഡി, ഈവൻ ബെൻസ് ഇതുപോലുള്ള വണ്ടികളൊക്കെ ആയിട്ട് ഇത് ചെയ്തിട്ട് ഡ്രാഗ് റേസ് ചെയ്തിട്ട്, ഇപ്പം സ്കോഡന്റെ കുഷാക്ക്, അങ്ങനെ ഓടി പല വണ്ടികളായിട്ട് കോമ്പറ്റീഷൻ ഇതുപോലെ ഡ്രാഗ് റേസ് ഒക്കെ ചെയ്തിട്ട് 700 നല്ല പുട്ടുപോലെ കയറി പോണ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം 700 ഭയങ്കര രസമായിട്ട് ഓടിക്കാൻ. 700 അതുപോലെ താറ് എംസ്റ്റാലിയൻ വരുന്ന നമ്മളെ 2 ലിറ്റർ DGD എഞ്ചിൻ വിത്ത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ്, അതായത് താറ് പെട്രോൾ ഓട്ടോമാറ്റിക്, ഒരു രക്ഷയില്ലാത്ത പവറാണ്. നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടികളാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു എഞ്ചിൻ കോംബോ, അതായത് എംസ്റ്റാലിയൻ എഞ്ചിനും ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സും. ഇതിന്റെ രസം എപ്പോഴാന്ന് മനസ്സിലാക്കിയെന്നറിയോ, നമ്മള് ഈ XUV 700 2021 ഇറങ്ങുന്നത്. വണ്ടി ഇറങ്ങിയ സമയത്ത് വണ്ടി ഓൾ ഇന്ത്യ ലോഞ്ച് ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് തന്നെ നമുക്ക് ഈ അഡാസ് ഒക്കെ ഓടിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓടിച്ചപ്പോൾ അന്ന് പിന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ടെസ്റ്റ് വെഹിക്കിൾ ആയിട്ട് വന്നത് XUV 700 X1 ലക്ഷറി പെട്രോൾ ഓട്ടോമാറ്റിക് ആയിരുന്നു ഫസ്റ്റ് വന്നത്. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓടിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി. അത്രയും പെർഫോമൻസ്, അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ, നല്ല സ്മൂത്ത് ആയിരുന്നു. പിന്നെ പല ആളുകൾക്കും വേറൊരു ഡൗട്ട് എന്താ ചെയ്യാൻ, ഇപ്പം ഈ ഡീസൽ വണ്ടികൾ നിർത്താൻ പോവാണ്. ഇപ്പം ഇന്നലെ എന്നോട് ആരോ വിളിച്ച സമയത്ത് ചോദിച്ചു, അപ്പം ഞാൻ പെട്രോൾ മതി, കാരണം ഡീസൽ ഇനിയിപ്പോൾ നിർത്താൻ പോവല്ലേ, അപ്പം ഡീസൽ വേണ്ടാന്നുള്ള ആ ഒരു അപ്പോൾ ഡീസൽ നിർത്താൻ പോവാണെന്നൊക്കെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും എങ്ങനെയാണ്, അത് ഡീസൽ മൊത്തത്തിൽ നിർത്താൻ പോവാണ് എന്നാണോ അതോ? അപ്പം ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചാൽ, ഡീസൽ വണ്ടികൾ മൊത്തത്തിൽ നമ്മളെ റോഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആൾ തന്നെ എന്നോട് കണ്ടൊരു സംശയമായിട്ട് ചോദിച്ചു, അപ്പോൾ ഈ ഹെവി വെഹിക്കിൾസ് ഒക്കെ, അതായത് വലിയ ലോഡ് വണ്ടികൾ, ലോറികൾ, ബസ്സൊക്കെ ഡീസലല്ലേ, ഇതൊക്കെ എങ്ങനെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചാൽ, ഇതൊന്നും ഒരിക്കലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യില്ല. പുതിയ ഡീസൽ വണ്ടികളുടെ പ്രൊഡക്ഷൻ നിർത്തും. പുതിയ വണ്ടികൾ, കമ്പനികൾ ഡീസൽ ഇറക്കുന്നത് നിർത്തിയിട്ട് പെട്രോൾ, അതേപോലെ ഹൈബ്രിഡ്, EV ഈ ഒരു ഇതിലേക്ക് മാറും. വലിയ ഹെവി എൻജിൻസ് അപ്പോഴും ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ നമ്മളിപ്പം പുതിയൊരു ഡീസൽ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്യുന്ന എത്ര കാലമാണ്, ഇപ്പോൾ 15 വർഷം ടാക്സ് അടച്ചിട്ടാണല്ലോ ഇറക്കുന്നത്. അത്രയും കാലം എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡീസൽ ആണെങ്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പുതിയ ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു അവൈലബിലിറ്റി മാത്രമാണ് കുറയുന്നുണ്ടാവുക കേട്ടോ. നമ്മളോട് ചില കസ്റ്റമേഴ്സേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശരിക്കും ഡീസൽ എടുത്തു കഴിഞ്ഞാൽ പെടുവോ, അല്ലെ ഡീസൽ എടുത്തു കഴിഞ്ഞാൽ കുടുങ്ങി പോവും, അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പോവല്ലേന്ന്. എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഈ ഡീസൽ വണ്ടികൾ ഇനിയിപ്പം കൺട്രോൾസ് വരികയാണെങ്കിൽ തന്നെ സ്റ്റോപ്പിംഗ് ഉണ്ടാവില്ല. അതായത് ഇറങ്ങിയ വണ്ടികൾ ഇപ്പൊ ടാക്സ് അടിച്ച 15 വർഷം ടാക്സ് അടിച്ച വണ്ടികൾ നിലവിൽ കണ്ടിന്യൂ ചെയ്യും. 15 to 20 വർഷം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ വണ്ടികൾക്ക് കൺട്രോൾസ് വന്നു തുടങ്ങും. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ ഇനി CC കൂടിയ വണ്ടികളാവും ചിലപ്പോൾ ഫസ്റ്റ് കൺട്രോൾസ് ഉണ്ടാവുക. അതെ. ഇറങ്ങിയ വണ്ടികൾക്ക് ഒരു പ്രശ്നമില്ല.
ഇറങ്ങിയ വണ്ടികൾക്ക് ഇപ്പോൾ ഡീസൽ എടുക്കാൻ ആഗ്രഹം, അത്യാവശ്യം മൈലേജ് നോക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാന്നുണ്ടെങ്കിൽ ഡീസൽ ഓടിക്കാൻ, ഡീസൽ ആ ഒരു ടോർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആ കസ്റ്റമേഴ്സിന് ഡീസൽ കിട്ടുകയും ചെയ്യും, ആ വണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇത് ഇറങ്ങിയ ടാക്സ് അടച്ച വണ്ടികൾ ഒരിക്കലും കൺട്രോൾ വരില്ല. ടാക്സ് അടച്ച എന്തായാലും 15 to 20 വർഷം യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആ സമയത്ത് ചിലപ്പോൾ ഡീസൽ വണ്ടിക്ക് യൂസ്ഡ് വണ്ടികൾ ഉണ്ടാവില്ലേ, അതിന് ഡിമാൻഡ് കൂടാനാണ് സാധ്യത. കാരണം പെട്രോൾ മാത്രം ഉണ്ടാവുമ്പോൾ ഇറങ്ങണില്ലല്ലോ. അപ്പോൾ ഇപ്പൊ തന്നെ ചില ബ്രാൻഡുകൾ ഡീസൽ വണ്ടികൾ നിർത്തിയിട്ട് പെട്രോൾ മാത്രമേ ഇറക്കണുള്ളൂ. അപ്പൊ നിലവില് മുമ്പേ ഉണ്ടായിരുന്ന ഡീസൽ മോഡൽസിന് ഡിമാൻഡ് കൂടി. ഉണ്ട്. അപ്പൊ അതേപോലെ ആവാനാണ് എന്റെ ഒരു കാഴ്ച. റൈസേ, മാരുതിയുടെ കഴിഞ്ഞ മാസത്തെ ടോപ്പ് സെല്ലറാണ് പോണേ ബ്രസ. കഴിഞ്ഞ മാസം നമ്മുടെ കോമ്പാക്ട് SUV സെഗ്മെന്റില് ഏറ്റവും കൂടുതൽ വണ്ടി സെയിൽ ചെയ്തത് ബ്രസയാണ്. അതെ, എന്തുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ ഇറങ്ങണം എന്നുള്ളതാണ്. ശരിക്കും മാരുതി എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ നേരത്തെ മാർക്കറ്റ് പിടിച്ചോണ്ടായിരിക്കോ മാരുതിയുടെ വണ്ടി ഇത്ര ഇറങ്ങുന്നത്? അതോ മാരുതിക്ക് ഏറ്റവും ലോ ബഡ്ജറ്റിൽ വണ്ടികൾ ഉണ്ടായതുകൊണ്ടായിരിക്കും? ആ ഒരു കോൺസെപ്റ്റ് ആണ് പണ്ട് മുതലേ മാരുതിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരുടെ വണ്ടി എന്നുള്ള ആ ഒരു പേര് പണ്ട് മുതലേ മാരുതിക്ക് വന്ന് ആ ഒരു ഇതിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതൊരു റീസൺ ആണ്. പിന്നെ മാരുതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലയബിൾ ആണ്, നല്ല മൈലേജ് കിട്ടുന്ന എഞ്ചിൻസ് ആണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലോ ബഡ്ജറ്റിൽ അത്രയും നല്ല വണ്ടി കൊടുക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഈ റിലയബിലിറ്റി എന്ന് പറയുമ്പോഴേ മാരുതിനായിട്ട് കൂടുതൽ വാറണ്ടി കാര്യങ്ങൾ അതർ ബ്രാൻഡ്സ് അല്ല കൊടുക്കുന്നത്. മാരുതി എനിക്ക് തോന്നുന്നത് മാക്സിമം 1 lakh അല്ലെങ്കിൽ അതെ, പക്ഷേ 500 കിലോമീറ്റർ ഒക്കെയാണ് വാറണ്ടി പല വണ്ടികളും കൊടുക്കുന്നത്. അതെ, പക്ഷെ മാരുതിയായിട്ട് കൂടുതൽ വാറണ്ടി പല ബ്രാൻഡുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പം അതർ ബ്രാൻഡും മാരുതി അല്ലാത്ത ബ്രാൻഡുകളൊക്കെ ഇപ്പൊ എല്ലാ വണ്ടികളും കോമ്പാക്ട് SUV അല്ലെങ്കിൽ പിന്നെ എല്ലാ സെഗ്മെന്റ് വണ്ടികളും എല്ലാ ബ്രാൻഡും ഇറങ്ങുന്നുണ്ട്. പക്ഷെ മാരുതി തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടോപ്പ് സെല്ലറായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതിനെന്താ റീസൺ എന്നുള്ളത്, മാരുതിനോടുള്ള ആ ഒരു പണ്ട് മുതലേ മാരുതി ആ ഒരു മാർക്കറ്റിൽ ആ ഒരു മാരുതിയുടെ ആ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കി എല്ലാ ബ്രാൻഡുകൾ വിറ്റാൽ പോലും മാരുതി വിൽക്കുന്ന അത്രയും സെയില് ബാക്കി ബ്രാൻഡുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം അവർ നിലവിൽ ആ ഒരു അവരുടെ ആ ഒരു ഇതിലാണ് ഇപ്പം മൊത്തം നമ്മളെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് സെല്ലിംഗ് വെഹിക്കിൾസിലെ ഒരു പകുതിയിൽ കൂടുതൽ വണ്ടികളും മാരുതിയുടെയാണ്, മോഡൽസ് ആണ്. പിന്നെ മാരുതി എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ഒരു എഞ്ചിൻ വെച്ചിട്ട് ഒരുപാട് വണ്ടികൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പല മോഡൽസ്, അതായത് ഓരോ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് അവരുടെ കയ്യിലുണ്ട്. ഈവൻ ഇപ്പം അൾട്ടോ 800 ഏറ്റവും ചെറിയ അൾട്ടോ K10 ആണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം അൾട്ടോ തൊട്ടിട്ട് സ്വിഫ്റ്റ് അങ്ങനെ ഒരുപാട് വണ്ടികൾ, എസ്പ്രസോ ഉണ്ട്, അതായത് ഒരു SUV എന്ന് വിളിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇപ്പം എസ്പ്രസോ, പിന്നെ ആണെങ്കിൽ മേലെ നമുക്ക് ഇഗ്നിസ്, പറഞ്ഞ പോലെ സ്വിഫ്റ്റ്, അങ്ങനെ കുറേ ബലാനോ കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ ഫ്രോങ്സ് വന്നു. ഫ്രോങ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പം ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സും നല്ല രീതിക്ക് സക്സസ് ആയ ഒരു വണ്ടിയാണ്. ഇപ്പം പുതിയ സ്വിഫ്റ്റിൻ്റെ ഡിസൈർ വന്നു. അപ്പം അങ്ങനെ പുതിയ വണ്ടികൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അത് പിന്നെ 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ മാരുതിയുടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു വണ്ടികൾക്കും 5 സ്റ്റാർ കിട്ടിയില്ലല്ലോ. ഇല്ല, ഡിസൈറിന് കിട്ടിയെന്ന് പറയുമ്പോൾ മാരുതിനെ സംബന്ധിച്ച് നല്ല അഭിമാനിക്കാവുന്ന. മാരുതി ഇപ്പം അങ്ങനെ കുറച്ച് ബെറ്റർ ആയിട്ട് സേഫ്റ്റിയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് അറിയുമ്പം നമുക്ക് ഉള്ളൊരു ഫീൽ എന്താ വെച്ചാൽ മാരുതി ഇപ്പം ബാക്കിയുള്ള ബ്രാൻഡുകൾ നോക്കി ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാം. മാരുതിയും ജനങ്ങളുടെ സേഫ്റ്റിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അതെ, അപ്പം നമ്മൾ പറയേണ്ടത്, കാരണം വണ്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ ഫാമിലി എല്ലാവരുടെയും സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ടാറ്റ ഒക്കെ കൂടുതൽ സേഫ്റ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വണ്ടികൾ ഇറക്കാൻ തുടങ്ങിയതിനു ശേഷം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും മാരുതി ബ്രാൻഡിന് ആളുകൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ സേഫ്റ്റിയും കൂടെ അവർ കുറച്ച് മെച്ചപ്പെടുത്താണ് എനിക്ക് തോന്നുക. ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ നമ്പേഴ്സ് ഓൾ ഇന്ത്യ സെയിലിൽ അവർക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മളിപ്പം വാടാനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. അപ്പം ഇപ്പം നിലവിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഫ്യൂവൽ ഇൻഫോ. ഇപ്പം ജസീംകാർക്ക് ഇപ്പോൾ കിട്ടുന്ന മൈലേജ് 16.6, 263 കിലോമീറ്ററിന് ഓടാനുള്ള ഫ്യൂലും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ കൊടുത്തു, ഇടുക്കിയിൽ വണ്ടി എടുത്തു, അതേപോലെ ഹോം ഡെലിവറി 3X ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ മൈലേജ് അധികം വണ്ടികളിലും ആവറേജ് ഒരു 15-ന് താഴാത്ത രീതിയിലുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പക്ഷെ നമ്മള്
ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയിൽ ഒരു പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഇപ്പോൾ പല ആൾക്കാർ പല രീതിയിൽ യൂസ് ചെയ്യണമായിരിക്കും. അതെ, ആ വണ്ടികൾക്ക് ഇത്ര മൈലേജ് നമുക്ക് കാണിക്കണില്ല. ഇപ്പോൾ ലോങ് ഡ്രൈവ് ആയതുകൊണ്ടായിരിക്കും ഇത്ര മൈലേജ്. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഒരു 5 കിലോമീറ്റേഴ്സ് ചുറ്റളവിൽ ഓരോ കസ്റ്റമേഴ്സ് ഒരു 5-10 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓടിക്കുള്ളൂ. അതും അവർ അത്രയും റഫായിട്ടാണ് യൂസ് ചെയ്യുക. കാരണം ഇതിന്റെ ഈ എഞ്ചിന്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് ഓടിക്കണവരാ. അപ്പം മാക്സിമം പുഷ് ചെയ്തിട്ടാണ് ഇവർ ഓടിക്കുക. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കസ്റ്റമർ എന്ത് ചെയ്യുക, ഈ വണ്ടി ഓടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത ആൾ ഓടിക്കുക. അങ്ങനെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു 8, 10, 15 ആൾ ഓടിക്കും ഈ വണ്ടി. അപ്പം ഇതിന് പല ടൈപ്പ് ആളുകൾ പല രീതിയിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. അപ്പം ആവറേജ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് ആണ് അപ്പോൾ വണ്ടിയിൽ കാണിച്ചു തരാം. അപ്പോൾ ചിലപ്പോൾ 10, 12 ആയിരിക്കും നമുക്ക് ക്ലസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്. അപ്പം മേ ബി അതായിരിക്കാം ഒരു റീസൺ. അപ്പോൾ ഈ മഹീന്ദ്ര, ടാറ്റ പോലുള്ള ഇന്ത്യൻ ബ്രാൻഡുകളോട് ആളുകൾക്ക് തുടക്കത്തിലൊന്നും അത്രയും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. കൂടുതലായിട്ടും അതർ ബ്രാൻഡുകളാണ് ആളുകൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ നിലവിലിപ്പം ഏറ്റവും ടോപ്പിലുള്ള ജപ്പാനീസ് ബ്രാൻഡായിട്ടുള്ള മാരുതി സുസുക്കിയും പിന്നെ കൊറിയൻ ബ്രാൻഡായിട്ടുള്ള ഹ്യുണ്ടായും കഴിഞ്ഞാൽ മഹീന്ദ്ര അതേപോലെ ടാറ്റ പോലത്തെ ഇന്ത്യൻ ബ്രാൻഡുകൾ ഈ ഒരു 3rd, 4th പൊസിഷനിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആളുകൾ കുറച്ചും കൂടെ നമ്മളെ ഇന്ത്യൻ ബ്രാൻഡുകൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ. ഇന്ത്യൻ ബ്രാൻഡുകൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണത്. ടാറ്റയ്ക്ക് ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു സേഫ്റ്റിയിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകൾക്ക് നല്ല പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ടാറ്റയ്ക്ക് നല്ല രീതിക്കുള്ളൊരു വളർച്ച വന്നിട്ടുണ്ട്. മഹീന്ദ്ര ആണെങ്കിൽ പോലും നല്ല ഒരു അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് നല്ല ഇന്റർനാഷണൽ ഫീച്ചേഴ്സ്, ഇപ്പോൾ 700 ഒക്കെ നല്ല ഫീച്ചേഴ്സായിട്ട് വന്ന സമയത്ത് തന്നെ ആളുകൾ നല്ല രീതിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്തൊരു മോഡലാണ് 700. ടാറ്റയും മഹീന്ദ്രയൊക്കെ നമ്മൾ ടോപ്പ് സെല്ലിംഗിൽ അല്ലെങ്കിൽ ഇവരെ മാർക്കറ്റ് ഷെയർ കൂടാൻ തന്നെ കാരണം മെയിനായിട്ട് സേഫ്റ്റിയാണ്. അതെ, സേഫ്റ്റിയാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള മോഡൽസ് ആണ്. നമ്മളെ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ച തന്നെ മഹീന്ദ്ര, ടാറ്റ ഒക്കെ തന്നെ. അതെ അതെ, അതർ ബ്രാൻഡുകൾ ഒരുപാട് ഗിമ്മിക് ഫീച്ചേഴ്സും ഒരുപാട് പിന്നെ ലോ ബഡ്ജറ്റിൽ കുറേ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് അങ്ങനെ നമ്മളെ മാർക്കറ്റിൽ പിടിച്ചു നിന്നപ്പം ടാറ്റയും മഹീന്ദ്രയും നമ്മളെ അതായത് ഇന്ത്യൻ ബ്രാൻഡാണല്ലോ. അപ്പം നമ്മളെ നാട്ടിലുള്ള ജനങ്ങളുടെ സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ അതിനെ നല്ല രീതിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ കയ്യിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം നമ്മളിപ്പം നിലവിൽ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 5:30 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് സൈഡാക്കി ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് പോയാലോ. അപ്പോൾ നമ്മൾ തൃപ്രയാർ കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുന്നത് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇനി അങ്കമാലി കയറാൻ പോകും കേട്ടോ. കാരണം നമ്മൾ ആ ഒരു മോശം റോഡുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇരിഞ്ഞാലക്കുട കാട്ടൂർ റോഡ് കൂടിയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് കുറച്ച് ഷോർട്ട് കട്ട് എടുത്താണ് കുറച്ചും കൂടെ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം എടുക്കുന്ന ഒരു 700. അപ്പോൾ കേൾട്ടൺ BH ആണല്ലോ നമ്മളവിടെ കൊടുത്ത വണ്ടിയാ. അതെ, അപ്പോൾ നമ്മൾ ഇത്രയും സമയം വണ്ടി പുറമേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന XUV 3XO MX3 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെബുല ബ്ലൂ എന്ന് പറഞ്ഞ കളറാട്ടോ. ഈ ഒരു ബ്ലൂ കളറാണ്. ശരിക്കും കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നൂലേ? ലോങ് എന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഇരിക്കും, പക്ഷെ അടുത്തെത്തി കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആണ്. നെബുല ബ്ലൂ എന്നാണ് കേട്ടോ പേര്. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈഡാക്കി കേട്ടോ. ഞങ്ങൾ പിന്നെ വീഡിയോസ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നേരെ ഒറ്റപ്പിടിയായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം എവിടെ എത്തിയിട്ടുണ്ട്? പുതുവേലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മളെ സ്റ്റേ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ മാറിയിട്ടുണ്ട്. റൈസ് നമ്മളെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നേരം അവിടെ റൂം ബുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കിയിരുന്നു. അപ്പം ജസീമൊക്കെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കൂടുതൽ വീഡിയോസ് എടുത്തില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയായില്ലേ? 10:52. അപ്പോൾ കൂടുതൽ നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക, പിന്നെ നമ്മൾ സ്റ്റേയും കാര്യങ്ങളും റെഡിയാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് നാളെ രാവിലെ നേരത്തെ കസ്റ്റമർ അടുത്ത് പോയിട്ട് ഡെലിവറി കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ രാവിലെ എണീക്കാനൊക്കെ ലേറ്റ് ആവും. അപ്പം
മാക്സിമം പെട്ടെന്ന് തന്നെ എത്താം. നമുക്കൊരു 11 മണിക്ക് ഉള്ളിലായിട്ട് നമ്മളവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും, വണ്ടി സേഫ് ആക്കും. അതിനുശേഷം നാളെ രാവിലെ നമ്മൾ നേരത്തെ പോകും. അപ്പോൾ ബാക്കി ഇനി അവിടെ എത്തുമ്പോൾ ഉള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ രാത്രി 11 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെങ്ങന്നൂർ PWD റെസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3-4 കോട്ടയത്തും അതേപോലെ വേറെ എവിടേക്കായിരുന്നു, കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഇവിടെയൊക്കെ അതേപോലെ നമ്മൾ PWD റെസ്റ്റ് ഹൗസ് ആണ് നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ നല്ല അഫോർഡബിൾ റേറ്റിൽ, ചെറിയ റേറ്റിൽ നമുക്ക് നല്ല അടിപൊളി സ്റ്റേയും കിട്ടും. അതേപോലെ വണ്ടി ആണെങ്കിലും നമുക്ക് നല്ല സേഫായിട്ട് തന്നെ പാർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ലൊരു പാർക്കിങ് നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് കയറിയിട്ടേ ഉള്ളൂ. നമ്മുടെ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൾ ഗേറ്റ് ഡോർ ഓപ്പൺ ആക്കി തരും. അപ്പോൾ വണ്ടി ഒന്ന് സേഫാക്കി പാർക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നല്ല സ്റ്റേ കിട്ടും. നമ്മൾ കുറേ നോക്കി, അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത് കാരണം നമുക്ക് കുറച്ച് തപ്പിയിട്ട് തിരുവല്ലയിൽ നിന്ന് കുറച്ചൊരു അടുത്ത് അപ്പുറത്തായിട്ട് നമുക്ക് ചെങ്ങന്നൂരാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റേ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിട്ടോ. റൂമൊക്കെ എന്താ അവസ്ഥ എന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഒരു ടേബിളുണ്ട്, ബെഡ്, അത്യാവശ്യം ഈ റേറ്റിന് അത്യാവശ്യം നല്ല റൂം തന്നെ കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ. കാരണം നമ്മൾ മുമ്പ് മറ്റേ വയനാട് പോയ സമയത്തും, വയനാട് പിന്നെ ഒരു ബംഗ്ലാവായിരുന്നു, കണ്ണൂർ പോയ സമയത്തൊക്കെ എത്ര ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അതിലും നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. പക്ഷെ വേറൊരു കാര്യം എന്താ അറിയോ, ഇതിൻ്റെ റേറ്റ് എത്ര? വെറും 400 രൂപ. 400 രൂപ. നമ്മൾ അഫോർഡബിൾ റേറ്റിനാണ് റൂം നോക്കിയിട്ടുണ്ടായിരുന്നത്. PWD റെസ്റ്റ് ഹൗസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതേപോലെ ട്രാവൽ ചെയ്യണവർക്ക് ഏറ്റവും അടുത്ത ലൊക്കേഷനിൽ അതുപോലെ റെസ്റ്റ് ഹൗസുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിലും ടോപ്പ് റൂമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ non-AC ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം non-AC ബുക്ക് ചെയ്ത് വെറും 400 രൂപക്കാണ്. ഇവിടുന്ന് വലിയ വ്യൂ ഒന്നുമില്ല, അതുപോലെ നമുക്ക് അവിടേക്ക് റോഡിലേക്ക് ചെറിയ വ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിനുണ്ട്, ചെറിയൊരു മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇവിടെയും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചെറിയ സ്പേസ് ഉണ്ട്. പിന്നെ ബാത്റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു ഈ ഒരു റേറ്റിന് ബെസ്റ്റ് ബാത്റൂം തന്നെയാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിലെ റൂമിൻ്റെ അഭിപ്രായം? റൂം അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ രാവിലെ കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ നമ്മൾ എണീറ്റ് ഏകദേശം സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ രാവിലെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കാണിച്ചു തരാം, അപ്പുറം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഒരു ചെങ്ങന്നൂരുള്ള PWD റെസ്റ്റ് ഹൗസിലാണ് റൂം, അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പോർഷൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സേഫാക്കിയിട്ട് ആ പോർഷൻ്റെ ഉള്ളിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് VIP കസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണല്ലോ, ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ. അപ്പോൾ നമ്മളോട് വണ്ടി തൽക്കാലം അവിടെ നിന്ന് ഇറക്കിയിട്ട് പുറത്ത് പാർക്ക് ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല സേഫാക്കിയിട്ട് അവിടെ ഇട്ടതാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി രാവിലെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അവരെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. അപ്പം നമ്മളോട് അവിടേക്ക് മാറ്റിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പണിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കൊണ്ടിട്ട് മാറ്റിയിട്ട് കൊടുക്കണം. അതാ ഈ കാണുന്ന എവിടെയാണ് നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്നലെ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വണ്ടികളൊക്കെ പിന്നെ നമ്മൾ വന്നതിന് ശേഷം വന്നുള്ളത്. അപ്പോൾ ഇന്നലെ അവർ ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. കാരണം കുഴപ്പമൊന്നുമില്ല, വേറെ രാത്രി വണ്ടികളൊന്നും കൂടുതൽ വരാനില്ലല്ലോ. ഇനിയിപ്പോൾ രാവിലെ വല്ല ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ VIP വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പം രാവിലെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് വണ്ടി ഇറക്കിയിട്ടോളൂ, ഇറങ്ങി വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് ഇറക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത റൂം ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഈ റൂമിലാണ് കേട്ടോ. നമ്മൾ ഈ ജനലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ non-AC ആണല്ലോ നമ്മളെടുത്ത്. അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് കിടന്നുറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് പാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 3XOയിൽ നമ്മൾ അഡീഷണൽ ഇതിൽ ചെയ്തിട്ടുള്ള ക്യാമറേൻ്റെ ആ ഒരു ക്വാളിറ്റി കാണിച്ചു തരട്ടെ. റിവേഴ്സ് ഇട്ടുന്ന സമയത്ത് കേട്ടോ, അതാണ് ഒരു റിവേഴ്സ് ക്യാമറ നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുള്ളത്. അപ്പം റിവേഴ്സ് ഇട്ടുന്ന സമയത്ത് കാണിച്ചു തരാം അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ,
നേരെ ഇവിടേക്ക് റിവേഴ്സ് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ. കുറച്ചും കൂടെ അപ്പോൾ ഞാൻ ക്യാമറ നോക്കിയിട്ട് പാർക്ക് ചെയ്തതാണ്. എങ്ങനെ നോക്കാം. അടിപൊളിയായിട്ട് തന്നെ പാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡാണെങ്കിലും സെറ്റ്. ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ അടുത്ത് തന്നെ ഒരു അവിടെ അതിൻ്റെ മുകളിൽ ആ ഒരു ബിൽഡിങ്ങിലായിട്ട് ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ക്യാൻറ്റീനാണ്. അപ്പം അവിടെ പോയിട്ട് അവിടെ തന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ മുകളിൽ പോയിട്ട് ജസീം ഖാനെ കൂടെ ഒന്ന് കാണിച്ചു തരാം. ജസീം ഖാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ വണ്ടിയൊക്കെ നോക്കിയിരിക്കുക. വണ്ടി ഇത് നേരെ ആ കാണുന്ന അവിടെ തന്നെ വണ്ടി ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ട് തുടങ്ങി. നല്ല സൂപ്പർ റൂമാണ്. ഈ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ റൂം കിട്ടുക പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ ശരിക്കും എങ്ങനെ വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മാക്സിമം ചിലവ് കുറച്ചിട്ടാണ് ഇതേപോലെ നമ്മൾ ഈ ഡെലിവറി ഒക്കെ കൊടുക്കുന്ന സമയത്ത് വന്നിട്ട് ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കയറുള്ളത്. പിന്നെ വണ്ടി കാണിച്ചു കൊടുത്തു. പിന്നെ ആണെങ്കിൽ നല്ല സ്റ്റേ നോക്കിയിട്ട് ഇന്നലെ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളിതിൻ്റെ അടുത്തുള്ള വേറെ PWD റെസ്റ്റ് ഹൗസ് മെയിനായിട്ട് നമ്മൾ ആ കോട്ടയം ഏരിയയിലൊക്കെ നോക്കിയ സമയത്ത് അതെല്ലാം ഫില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് നമ്മൾ നേരെ വന്നിട്ട് നമ്മളെ തിരുവല്ലയിൽ നിന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നിട്ടാണ് ശരിക്കും. അപ്പം നമ്മൾ അടുത്ത് വേറെ നല്ല സ്റ്റേ നോക്കിയ സമയത്ത് കിട്ടിയതാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് കുറച്ച് പാളിപ്പോയിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ബുക്കിംഗ് ഫെയിൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നമുക്ക് അവരിവിടെ ക്ലിയർ ചെയ്ത് തന്നു. നമ്മൾ ഓൾറെഡി പേയ്മെന്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സർവീസാണ്. പേയ്മെന്റ് അവരെ ഹയർ അതോറിറ്റിയുടെ നമ്പർ അപ്പോൾ തന്നെ തന്നു. അതെ, വിളിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് തന്നു. അത് കുഴപ്പമില്ല. കാരണം ഓൾറെഡി പേയ്മെന്റ് പോയിട്ടുണ്ട്. പക്ഷെ ബുക്കിംഗ് ഫെയിൽ ആയി എന്ന് അവർ കാണിച്ചു അവരെ സിസ്റ്റത്തിൽ നോക്കിയ സമയത്ത്. അപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? രാത്രി വല്ല ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടില്ല. കൊതുക് കാര്യങ്ങളൊന്നുമില്ല. നല്ല എന്നോട് ഇത് ജനലൊന്നും തുറക്കരുത്, കൊതുക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത്രയും വൃത്തിയുള്ള സ്ഥലത്ത് എവിടുന്ന കൊതുക്? നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. പിന്നെ പുതിയ ബിൽഡിങ്ങും കൂടെയാണ്. ഇനിയിപ്പം ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് നേരെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് റെഡി ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അവര് താഴത്ത് ആ ഒരു ക്യാൻറ്റീനിൽ. വേറെ പ്രത്യേകത ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. സാധാരണ ഈ PWD റിസോർട്സിലൊട്ടും ക്യാൻറ്റീൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനും ഇവിടെ തന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. PWD റെസ്റ്റ് ഹൗസ് ചെങ്ങന്നൂർ. റെസ്റ്റ് ഹൗസ് ആണോ അതോ റിസോർട്ടാണോ? റിസോർട്ടിന് ഫീലിംഗ് ഉണ്ട്. ആംബിയൻസ് ആണ്. അതെ, അപ്പോൾ നമ്മൾ നല്ല താമസിച്ച ഒരു റെസ്റ്റ് ഹൗസ് ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ഇനിയിപ്പോൾ ക്യാൻറ്റീൻ ഇത് അവിടെ പോയ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കണം പോലെ. ഇവിടെ അത്യാവശ്യം ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയാണ് പറഞ്ഞുള്ളത്. ഇഡ്ഡലിയും ചായ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു, അടിപൊളി. ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡ്, അടിപൊളി ഫുഡാട്ടോ. പിന്നെ നമ്മൾ അടുത്ത് നിൽക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് മെയിൻ റോഡ് വരുന്നത്. അതേപോലെ ആ ഒരു സൈഡിലായിട്ട് റെയിൽവേ സ്റ്റേഷനും കൂടെ ഉണ്ട് കേട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകും കേട്ടോ. ജസീം കാ, എന്നാൽ പോവല്ലേ കസ്റ്റമർ ലൊക്കേഷനിലേക്ക്? അപ്പം സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല ചെറിയ അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി കിട്ടില്ല സ്റ്റേ തന്നെ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് നേരെ കസ്റ്റമർ അടുത്ത് പോകണം. നമ്മൾ കസ്റ്റമർ ഇപ്പം വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. കസ്റ്റമറോട് ശരിക്കും നമ്മൾ ഡെലിവറി ശനിയാഴ്ച അങ്ങനെ തിങ്കളാഴ്ച എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ കസ്റ്റമർ സർപ്രൈസ്ഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു 10 മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ലൊക്കേഷനിലെത്തും. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇടാം.
അങ്ങനെ നമ്മൾ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. തൊട്ടടുത്ത് തന്നെ, മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് കല്ലിശ്ശേരി എന്നാണ് കേട്ടോ. കല്ലിശ്ശേരി ചെങ്ങന്നൂർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇനി നമുക്ക് ഏകദേശം ഒരു 19 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്, ഏകദേശം 11 കിലോമീറ്റർ. ഒരു 9:45 നമ്മളവിടെ എത്തുമെന്നാണ് പറയുന്നത്. കസ്റ്റമറും തന്നെ ഒരു 10 മണിക്കുള്ളിലായിട്ടാണ് എത്തുക. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി തന്നെ വാഷിങ് കഴിഞ്ഞിട്ടോ. വാഷിങ് കഴിഞ്ഞിട്ട് നമ്മളിനിപ്പോൾ നേരെ ഉള്ളിൽ കയറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം കേട്ടോ. സിംഗ കസ്റ്റമർ എത്തിയില്ലേ? എല്ലാം സെറ്റാണ്. ഞങ്ങൾ ആക്ച്വലി 3XO ഡെലിവറിക്ക് തിരുവല്ല വന്നിരിക്കുകയാണ്. പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് സാറ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വന്ന ടൈം വെയിറ്റിംഗ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് എനിക്കുണ്ടായ ഒരു ട്രാജഡിയാണ്. ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് 14 ആഴ്ചയാണ് ബുക്കിംഗ് ഡേറ്റ് തന്നെ. MX2 Pro ആയിരുന്നു ഞാൻ അത് ബുക്ക് ചെയ്തത്. അത് ബുക്ക് ചെയ്തതിൻ്റെ അവർ പറഞ്ഞ 14 ആഴ്ചയും കഴിഞ്ഞു. ഈ 14 ആഴ്ചയ്ക്കുള്ളിൽ എന്നെ ഒരു ദിവസം പോലും വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇന്ന ഡേറ്റ് വണ്ടി തരാം, ഇല്ല ഇന്ന കാരണത്താൽ വണ്ടി താമസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു റെഫറൻസ് അവർ തന്നിട്ടില്ല. ലാസ്റ്റ് എനിക്ക് ശരിക്കും വിഷമമുണ്ടായി. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. ഒന്നും അവരുടെ ഭാഗത്തു നിന്നൊരു റിപ്ലൈ നമുക്ക്, അതായത് ഉറപ്പായിട്ടൊരു ഇന്ന ഡേറ്റ് തരാം എന്നുള്ളൊരിത് അവർ പറയണില്ല. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ വിളിച്ചത് എന്നെ ഇങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന വാഹനം ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ 2-2.5 മാസമായിട്ട് വാഹനമില്ലാതെ ഞാനും ബുദ്ധിമുട്ടി. പിന്നെ ഇവരുടെ പെർഫോമൻസും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എത്രയും പെട്ടെന്ന്, ഞാൻ ഉദ്ദേശിച്ചേക്കാളും നേരത്തെ തന്നെ എനിക്ക് വണ്ടി ഇറക്കി തരാൻ സഹായിച്ചു. ഇവരുടെ സൈഡിൽ നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ ഒരാഴ്ച, ഞാൻ ബുക്ക് ചെയ്ത് ഒരാഴ്ച ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ബുക്ക് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് വണ്ടി ഇറക്കി ബാക്കി പേപ്പറും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി വണ്ടിപ്പെരിയാറാണ്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി തിരുവല്ലയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളായിട്ടും. പിന്നെ തീർച്ചയായിട്ടും അയ്യോ ഭയങ്കര സന്തോഷം. എനിക്ക് ഇത്രയും പെട്ടെന്ന് വണ്ടി ഇറക്കി തരാൻ പറ്റത് തന്നെ. ഞാൻ പിള്ളേർ 2 പേരുണ്ട്, അമ്മയുണ്ട്, വൈഫ് പുറത്താണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണേ 2 വീലർ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ. അപ്പോൾ വാഹനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ 2.5 മാസം ഞങ്ങൾ അനുഭവിച്ചു. ഇത് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷം. താങ്ക് യു, വളരെ ഉപകാരം. പിന്നെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും പിന്നെ വിളിക്കാം, ധൈര്യമായിട്ട് വിളിക്കാം. ഇനിയിപ്പോൾ അടുത്ത് എന്തുണ്ടായാലും നിങ്ങളായിട്ടുള്ള കോൺടാക്ട് നമുക്കുണ്ടാവും. അതെ, ഫാസ്ടാഗ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി വണ്ടി നമ്പർ ആയിക്കഴിഞ്ഞാൽ പേര് അതിന്റെ പേരെന്താ? വണ്ടി ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ കംഫർട്ടല്ലേ സ്മൂത്ത് എന്തായാലും കാണാം. ഇപ്പൊ അടുത്തൊരു ഡെലിവറി, അടുത്ത വണ്ടി റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ, ശരിയാ. അപ്പോൾ ഞങ്ങൾ ഡെലിവറി കൊടുത്തു. ആളിനി തിരിച്ചു പോകാം കേട്ടോ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ആൾ വന്ന് ഇറക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിനി പോവുകയാണ്. പോയിട്ട് നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. ശരി ഒന്നാട്ടി ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫൈനലി
തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് എറണാകുളത്ത് നിന്നായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്ന് നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് നേരെ കോഴിക്കോട് ബസ് കയറിയിട്ട് നേരെ നാട്ടിലെത്തിയിട്ടോ. അപ്പം ഇന്നത്തെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്തിട്ടായതുകൊണ്ട് നല്ല അടിപൊളി ഒരു കിടിലൻ ഡെലിവറിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. കാരണം ഏർലി മോർണിംഗ് നമ്മൾ ആ ഒരു ഉറക്കക്ഷീണമൊന്നും ഇല്ലാതെ നേരെ പോയിട്ട് രാവിലെ എണീറ്റു റെസ്റ്റ് ഹൗസിൽ നല്ല സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നല്ല സ്റ്റേ ആയിരുന്നു. നേരെ പോയിട്ട് കൊടുക്കുക ചെയ്തു. പ്രതീക്ഷിച്ചും നല്ല സർവീസും ആയിരുന്നു. ഫുഡും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു കിടിലൻ ഡെലിവറി എക്സ്പീരിയൻസ് ആയിരുന്നു. കസ്റ്റമറെ സംബന്ധിച്ചു കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.